നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വല്ലാത്തൊരു അനുഭവം. വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസവുമായി കേരള എംപിമാർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ 2 മണിക്കൂറോളം ചെന്നൈക്ക് മുകളിൽ പറന്ന ശേഷം അടിയന്തര ലാൻഡിംഗ്. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഞെട്ടലിലാണ് എല്ലാവരും. അതിനിടെ എയർ ഇന്ത്യയുടെ അടിയന്തര ലാൻഡിംഗ് വീണ്ടും പേടിപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ 2455 വിമാനം ചെന്നൈയിലാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇതിൽ പ്രതികരിച്ച് കെ.സി. വേണുഗോപാലും അടൂർ പ്രകാശും അടക്കമുള്ള എംപിമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അടിയന്തര ലാൻഡിംഗിനിടെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് AICC സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചത്. അടിയന്തര ലാൻഡിംഗിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നും അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2 മണിക്കൂറോളം സമയം ചെന്നൈക്ക് മുകളിൽ പറന്നുവെന്നാണ് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പ്രതികരിച്ചത്. ഇതിനിടെ വിഷയത്തിൽ പ്രതികരിച്ച് എയർ ഇന്ത്യയും രംഗത്തെത്തിയിട്ടുണ്ട്. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നുള്ള മുൻകരുതലിനായാണ് ചെന്നൈക്ക് വഴിതിരിച്ചുവിട്ടതെന്നും അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്നുമാണ് എയർ ഇന്ത്യ വ്യക്തമാക്കിയത്. ചെന്നൈയിൽ വിമാനത്തിന്റെ പരിശോധന നടന്നുവെന്നും പകരം സൗകര്യം സജ്ജമാക്കുമെന്നും എയർ ഇന്ത്യ വക്താവ് വ്യക്തമാക്കിയിരുന്നു. എംപിമാരടക്കം 160 പേരുടെയും പരിശോധന പൂർത്തിയായി എന്നും ഉടൻ തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്ര ക്രമീകരിച്ചിട്ടുണ്ടെന്നും എയർ ഇന്ത്യ വക്താവ് വിവരിച്ചു. നേരത്തെ റഡാറുമായുള്ള ബന്ധത്തിൽ സാങ്കേതിക തകരാർ നേരിട്ടതിനെ തുടർന്ന് ചെന്നൈ അണ്ണാ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എയർ ഇന്ത്യ 2455 വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. കെ.സി. വേണുഗോപാൽ അടക്കം കേരളത്തിൽ നിന്നുള്ള 4 എംപിമാരും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എംപിയും സഞ്ചരിച്ച വിമാനമാണ് ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. കെ.സി. വേണുഗോപാലിന് പുറമെ കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ. രാധാകൃഷ്ണൻ, റോബർട്ട് ബ്രൂസ് എന്നിവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്ന എംപിമാർ. അതേസമയം സാങ്കേതിക തകരാറിന്റെ കാരണം കണ്ടെത്തുന്നതിനായി എയർ ഇന്ത്യ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് പറന്ന വിമാനം 1 മണിക്കൂറിലേറെ പറന്ന ശേഷം തകരാർ കണ്ടെത്തുന്നതോടെയാണ് 2 തവണ ലാൻഡിംഗിന് ശ്രമിച്ച ശേഷം പിന്നീട് സുരക്ഷിതമായി ചെന്നൈയിലൊന്ന് ഇറക്കാൻ കഴിഞ്ഞത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. സാങ്കേതിക തകരാറ് കാരണം അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ റൺവേയിൽ മറ്റൊരു വിമാനം എത്തിയതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. ആകാശത്ത് വട്ടമിട്ട് കറങ്ങിയ എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെന്നൈ വിമാനത്താവളത്തിൽ പിന്നീട് ഇറക്കിയത്. വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ വിശദമാക്കിയിട്ടുണ്ട്. വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവത്തിൽ രൂക്ഷ ഭാഷയിലായിരുന്നു കെ.സി. വേണുഗോപാൽ, അടൂർ പ്രകാശ് ഇവരെല്ലാവരും സംസാരിച്ചത്. ലാൻഡിംഗിനിടെ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും അന്വേഷണം നടത്തണമെന്നും കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടൂർ പ്രകാശും ഈ വിഷയത്തിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു സംസാരിച്ചത്. ഇന്ന് നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിൽ ആകെ 160 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. രാത്രി 7:20 വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂർ വൈകി 7:50 വിമാനം പുറപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്തു. ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗിനുള്ള ശ്രമം തുടങ്ങി. 2 മണിക്കൂറോളമാണ് ഇങ്ങനെ വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. യാത്രക്കാരാകെ ഈ സമയം പരിഭ്രാന്തരായി. ചിലർ ആശങ്ക പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇടയ്ക്കിടെ പൈലറ്റ് അറിയിപ്പുകൾ തന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇന്ധനം കത്തിച്ചു തീർക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയത്തായിരുന്നു അടുത്ത പ്രതിസന്ധി. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതോടെ പലർക്കും വീണ്ടും ഭയമായി. എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. ധാരാളം സ്ത്രീകളും കുട്ടികളും വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ അരമണിക്കൂർ കൂടി വീണ്ടും ആകാശത്ത് പറന്ന ശേഷം ഇന്ധനം കത്തിച്ചു കളഞ്ഞതിന് ശേഷമാണ് ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. റഡാറിലെ തകരാറെന്നാണ് പറയുന്നത്. എന്തായാലും വിശദ അന്വേഷണം വേണമെന്നും ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞതെന്നും അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടണമെന്നും അടൂർ പ്രകാശും പറഞ്ഞു. റൺവേയിൽ ഉണ്ടായിരുന്ന വിമാനവുമായി കൂട്ടിമുട്ടാത്തത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. പൈലറ്റായ ക്യാപ്റ്റൻ വെങ്കിടേഷിന്റെ മികവ് അഭിനന്ദനാർഹമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അതേസമയം മറ്റൊരു വിമാന അപകട വാർത്തയും പുറത്തേക്ക് വന്നിട്ടുണ്ട്. യാത്രക്കിടെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ബ്രിട്ടീഷ് യുദ്ധവിമാനം ജപ്പാനിലെ കഗോഷിമ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. UK റോയൽ
എയർഫോഴ്സിന്റെ F-35B യുദ്ധവിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത്. സമീപകാലത്ത് ഇത് രണ്ടാം തവണയാണ് ബ്രിട്ടീഷ് F-35B യുദ്ധവിമാനം തകരാറിലാകുന്നത്. ജൂൺ 14-ന് UK-യിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രക്കിടെ ഒരു F-35B യുദ്ധവിമാനം ഹൈഡ്രോളിക് തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. 38 ദിവസമാണ് തിരുവനന്തപുരത്ത് F-35 നിർത്തിയിടേണ്ടി വന്നത്. പിന്നീട് സാങ്കേതിക വിദഗ്ധരെത്തി നടത്തിയ തീവ്ര പരിശ്രമത്തിനൊടുവിലാണ് വിമാനം തിരികെ പോയത്. അതേസമയം അഹമ്മദാബാദിലെ വിമാനാപകടത്തിന്റെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല. 2025 ജൂൺ 12-ന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത്. ഈ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാളൊഴികെ എല്ലാവരും മരിച്ചിരുന്നു. ആ ഒരു ഭീതിയാണ് വീണ്ടും എയർ ഇന്ത്യ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വന്നതോടെ എല്ലാവർക്കും ഉണ്ടായത്. MP-മാരും ആ ഭീതി തന്നെയാണ് പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.